എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ +2 ലെവൽ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിച്ചു, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന പഠിച്ചു അല്ലേ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൻ്റെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ തന്നെ പ്ലേലിസ്റ്റ് താഴെ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഐക്യരാഷ്ട്ര സഭ അല്ലെങ്കിൽ UN-യെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ UN-ന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് 6 ഘടകങ്ങളാണ് ഉള്ളത്. ഓക്കെ, UN-ന്റെ 6 ഘടകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്, പരിരക്ഷണ സമിതി. ഓക്കെ, എന്തൊക്കെയാണ്? പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി, രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ് അഥവാ എന്താണ് സെക്രട്ടേറിയറ്റ് തന്നെ, പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഓക്കെ, ഇതാണ് എന്ത് UN-ന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. 6 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ 6ാമത്തെ ഘടകം പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത് ഇപ്പോഴില്ല. അതെന്താണ്? അത് ഫ്രീസ് ചെയ്തു. ഓക്കെ, മരവിപ്പിച്ചു. എപ്പോഴാണ്? 1994 പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്താണ് മരവിപ്പിച്ചു. അപ്പോൾ ഇപ്പം നിലവിൽ എത്രയുണ്ട്? 5 ഘടകങ്ങളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് പരിരക്ഷണ സമിതിയെക്കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് 6 ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. നിലവിൽ എത്ര എണ്ണേ ഉള്ളൂ? 5 എണ്ണമേ ഉള്ളൂ. 1994 പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ത് ചെയ്തു? മരവിപ്പിച്ചു. ഓക്കെ, അപ്പം നമുക്കിനി ഓരോ ഘടകങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ഘടകം ഏതാണ്? പൊതുസഭ അല്ലെ. പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് UN-ന്റെ ഏറ്റവും വലിയ ഘടകമാണ് എന്ത്? പൊതുസഭ. ഓക്കെ, UN-ന്റെ ഏറ്റവും വലിയ ഘടകമാണ് എന്ത്? പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ലോക പാർലമെന്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെന്റ്, ലോകത്തിന്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പൊതുസഭയാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്ന UN-ന്റെ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പൊതുസഭയാണ്. രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്ന UN-ന്റെ ഘടകം പൊതുസഭയാണ്. ലോകത്തിന്റെ സമ്മേളന നഗരി എന്നറിയപ്പെടുന്ന UN-ന്റെ പൊതുഘടകം പൊതുസഭയാണ്. ദെൻ UN കാര്യവിചാര സഭ എന്നറിയപ്പെടുന്ന UN-ന്റെ ഘടകം ഏതാണ്? അതും പൊതുസഭയാണ്. വാക്ക് ഫാക്ടറി എന്ന പരിഹാസപ്പെടുത്തി പറയുന്നത് എന്തിനെയാണ്? പൊതുസഭയാണ്. ഓക്കെ, പൊതുസഭയാണ്. വാക്ക് ഫാക്ടറി എന്ന് പരിഹാസപ്പെടുത്തി പറയുന്നത് എന്തിനെയാണ്? പൊതുസഭയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. UN-ന്റെ ഏറ്റവും വലിയ ഘടകം ലോക പാർലമെന്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെന്റ്, ലോകത്തിന്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ, വാക്ക് ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? പൊതുസഭയാണ്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഓക്കെ, ന്യൂയോർക്കാണ് ആസ്ഥാനം. പ്രഥമ സമ്മേളനം നടന്നത്, പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ്. ഓക്കെ, 1946 ലണ്ടനിൽ വെച്ചിട്ടാണ് പൊതുസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിൽ എത്ര അംഗങ്ങളെ വീതം അയക്കാം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 5 അംഗങ്ങളെ അയക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൊതുസഭയിൽ ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിൽ എത്ര അംഗങ്ങളെ വീതം അയക്കാം എന്ന് ചോദിച്ചാൽ 5 അംഗങ്ങളെ വീതം അയക്കാം. പക്ഷെ വോട്ട് ചോദിച്ചാലോ? വോട്ട് ഓരോ അംഗരാഷ്ട്രത്തിനും ഓരോ വോട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിൽ 5 അംഗങ്ങളെ അയക്കാം. വോട്ടിൻ്റെ കാര്യമാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, ദെൻ പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത് ആരാണ്? അത് പൊതുസഭയാണ്. ഓക്കെ, പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത് ആരാണ്? പൊതുസഭയാണ്. ആദ്യ പ്രസിഡന്റ്, ഓക്കെ, പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? പോൾ ഹെൻറി സ്പാക്കാണ്. ഓക്കെ, ബെൽജിയംകാരനാണ്. പോൾ ഹെൻറി സ്പാക്കാണ് ആദ്യ പ്രസിഡന്റ്. പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ചോദിച്ചാൽ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. പൊതുസഭയുടെ 8ാമത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാം. എന്താണ്? പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൊതുസഭയുടെ 8ാമത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്?
വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനം നടത്തിയ വർഷം 2002 ഓക്കെ, 2002 കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനം ആര് നൽകുന്നത് പൊതുസഭ നടത്തുന്നത്. ഓക്കെ, 2002 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബാലാവകാശങ്ങളെ കുറിച്ചിട്ട് അന്താരാഷ്ട്ര പ്രഖ്യാപനം നടത്തുന്ന വർഷവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. 1989 ബാലാവകാശങ്ങളെ കുറിച്ചിട്ട് അന്താരാഷ്ട്ര പ്രഖ്യാപനം നടത്തുന്നത്. ഓക്കെ, 1989 ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. UN-ന്റെ ഏറ്റവും വലിയ ഘടകമാണ്, നമ്മൾ പറഞ്ഞില്ലേ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ലോക പാർലമെന്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെന്റ്, വാക്ക് ഫാക്ടറി, ലോകത്തിന്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് പൊതുസഭയാണ്. ആസ്ഥാനം ന്യൂയോർക്കാണ്. പ്രഥമ സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ്. 1946 നടക്കുന്നത്. ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിൽ 5 അംഗങ്ങളെ വീതം അയക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ദെൻ പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത് പൊതുസഭയാണ്. ആദ്യത്തെ പ്രസിഡന്റ് പോൾ ഹെൻറി സ്പാർക്ക്. അതുപോലെ തന്നെ പ്രസിഡന്റായി ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വിജയലക്ഷ്മി പണ്ഡിറ്റ്. 8ാമത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. ദെൻ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം നടത്തിയ വർഷം 2002. അടുത്ത ഘടകം രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, രക്ഷാസമിതിയെ കുറിച്ച് പറയുമ്പോൾ UN-ന്റെ സുപ്രധാനവും ശക്തവുമായ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് രക്ഷാസമിതിയാണ്. ഓക്കെ, UN-ന്റെ സുപ്രധാനവും ശക്തവുമായിട്ടുള്ള ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിലാണ്. ആസ്ഥാനം ന്യൂയോർക്ക് തന്നെയാണ്. ഓക്കെ, പൊതുസഭയുടെ ആസ്ഥാനവും ന്യൂയോർക്കാണ്. രക്ഷാസമിതിയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂയോർക്ക് തന്നെയാണ്. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് ആരാണ്? രക്ഷാസമിതിയാണ്. ഓക്കെ, UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. ദെൻ എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് ദ UN എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? രക്ഷാസമിതി തന്നെയാണ്. ഓക്കെ, UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതി. എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് ദ UN എന്നറിയപ്പെടുന്നതും രക്ഷാസമിതിയാണ്. ദെൻ UN-ന്റെ ഭരണനയം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന ഘടകമാണ് രക്ഷാസമിതി. ഓക്കെ, ഭരണനയം സംബന്ധിച്ച UN-ന്റെ ഭരണനയം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന ഘടകം രക്ഷാസമിതിയാണ്. ദെൻ അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന UN ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? രക്ഷാസമിതിയാണ്. ഓക്കെ, അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന UN ഘടകമാണ് രക്ഷാസമിതി. ദെൻ രക്ഷാസമിതി അധ്യക്ഷന്റെ കാലാവധി എന്ന് പറയുന്നത് 1 മാസമാണ്. ഓക്കെ, രക്ഷാസമിതി അധ്യക്ഷന്റെ കാലാവധി എത്രയാണ്? 1 മാസമാണ്. ദെൻ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ജനുവരി 17 നടക്കുന്നത്. ഓക്കെ, രക്ഷാസമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1946 ജനുവരി 17 അംഗരാജ്യങ്ങളുടെ എണ്ണം 15 രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 15 അംഗരാജ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 5 പേര് സ്ഥിരാംഗങ്ങളാണ്. ഓക്കെ, 5 പേര് എങ്ങനെയാണ്? സ്ഥിരാംഗങ്ങളാണ്. അവരറിയപ്പെടുന്നത് P5 രാഷ്ട്രങ്ങൾ എന്നാണ്. ഓക്കെ, P5 രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നതാണ് സ്ഥിരാംഗങ്ങൾ. 5 രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളാണ്. അവരറിയപ്പെടുന്നതാണ് P5 രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാണ് ആ സ്ഥിരാംഗങ്ങൾ എന്ന് ചോദിച്ചാൽ അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ. ഓക്കെ, ABCFR. ഓക്കെ, ആരൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ എന്നീ 5 അംഗങ്ങളാണ് സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 15 അംഗരാജ്യങ്ങളുള്ളവരെ 5 രാജ്യങ്ങൾ എങ്ങനെയാണ്? സ്ഥിരാംഗങ്ങളാണ്. P5 രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത് അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. ഓക്കെ, ഈ സ്ഥിരാംഗങ്ങൾക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അധികാരം അറിയപ്പെടുന്ന പേരാണ് വീറ്റോ അധികാരം. എന്താണ്? വീറ്റോ അധികാരം. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ P5 രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക അധികാരമാണ് വീറ്റോ അധികാരം. ആ വീറ്റോ അധികാരം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരാംഗങ്ങൾക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അധികാരമാണ് വീറ്റോ അധികാരം. ഓക്കെ, അപ്പോൾ P5 രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള രക്ഷാസമിതിയിലെ P5 രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ അധികാരമാണ് വീറ്റോ അധികാരം. അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അധികാരമാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്ഥിരാംഗങ്ങൾക്കുള്ള അധികാരമാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. ദെൻ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി. ഓക്കെ, ഇവിടെ സ്ഥിരാംഗങ്ങളാണ് 5
എന്താണ് രാജ്യങ്ങളെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ബാക്കിയുള്ളവരെന്താണ് താൽക്കാലിക രാജ്യങ്ങളാണ്. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. ഓക്കെ, 2 വർഷം. ദെൻ 2021-22 കാലയളവിൽ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ ഏഷ്യൻ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, താൽക്കാലിക അംഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2021-22 കാലയളവിൽ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിട്ട് പോയിട്ടുള്ള ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. 8ാം തവണയാണ് അങ്ങനെ പോകുന്നത്. ഓക്കെ, ഇന്ത്യ 8ാം തവണയാണ് താൽക്കാലിക അംഗരാജ്യമാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് രക്ഷാസമിതിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പഠിച്ചിരുന്നാൽ മതിയാവും. എന്തൊക്കെയാണ് രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്? UN-ന്റെ സുപ്രധാനവും ശക്തവുമായിട്ടുള്ള ഘടകമാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് ആണ്. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് ദ UN എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രക്ഷാസമിതിയാണ്. UN-ന്റെ ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഘടകം രക്ഷാസമിതി. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന ഘടകമാണ് രക്ഷാസമിതി. രക്ഷാസമിതി അധ്യക്ഷന്റെ കാലാവധി 1 മാസം. ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1946 ജനുവരി 17-നാണ്. അംഗരാജ്യങ്ങളുടെ എണ്ണം 15. അതിൽ 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടാവും. P5 രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നവർ ആരൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. സ്ഥിരാംഗങ്ങൾക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അധികാരമാണ് എന്താ? വീറ്റോ അധികാരം. അപ്പോൾ രക്ഷാസമിതിയിലെ P5 രാഷ്ട്രങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക അധികാരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വീറ്റോ അധികാരമാണ്. താൽക്കാലിക അംഗരാജ്യങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. 2021-22 കാലയളവിൽ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിട്ടുള്ള ഏഷ്യൻ രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഓക്കെ, സാമ്പത്തിക സാമൂഹിക സമിതി. അത് 2-3 പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെയാണ്? UN-ന്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്ന സമിതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഓക്കെ, എന്തൊക്കെയാണ്? UN-ന്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്ന സമിതി. ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. അംഗസംഖ്യ ചോദിച്ചാൽ 54 ഓക്കെ, 54 അംഗസംഖ്യയാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മുനീർ അക്രം. ഓക്കെ, മുനീർ അക്രം ആണ് സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. UN-ന്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്ന സമിതി സാമ്പത്തിക സാമൂഹിക സമിതി. അംഗസംഖ്യ 54. ഇപ്പോഴത്തെ പ്രസിഡന്റ് മുനീർ അക്രം. ഈ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഏതാണ് ഘടകം? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒത്തിരി പോയിന്റ് ഉണ്ട്, അതെല്ലാം പഠിച്ചിരിക്കണം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത് 1945-ലാണ്. ഓക്കെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1945-നാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിലാണ്. ഓക്കെ, 1945 രൂപീകരിച്ചു. 46 ഏപ്രിൽ മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആസ്ഥാനം ഹേഗ് ആണ്. ഓക്കെ, ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ആണ്. ഓക്കെ, അപ്പോൾ രൂപീകരിച്ച വർഷം 1945, പ്രവർത്തനം ആരംഭിച്ചത് 46 ഏപ്രിലാണ്. ഹേഗ് ആണ് ആസ്ഥാനം. ദെൻ ഔദ്യോഗിക ഭാഷകൾ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഔദ്യോഗിക ഭാഷകളാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും. ഓക്കെ, ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് എന്ത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത്. ദെൻ ജഡ്ജിമാരുടെ എണ്ണം 15 ആണ്. 15 ജഡ്ജിമാരാണ് എന്ത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണ്. ഓക്കെ, ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? 9 വർഷമാണ്. ദെൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഘടകമാണ് ആര്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഓക്കെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കാണുള്ളത്. അതുപോലെ തന്നെ അംഗരാജ്യങ്ങളുടെയും UN ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്നതും ആര് തന്നെയാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെയാണ്. അപ്പോൾ ആ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുള്ള UN-ന്റെ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അംഗരാജ്യങ്ങളുടെയും UN ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെയാണ്. ഓക്കെ, ദെൻ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണ്? അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയും രക്ഷാസമിതിയും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, പൊതുസഭയും രക്ഷാസമിതിയുമാണ് എന്ത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ദെൻ പ്രസിഡന്റായ ആദ്യ വനിത, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായ ആദ്യ വനിത റോസ്ലിൻ സി ഹിഗിൻസ് ആണ്. ഓക്കെ, റോസ്ലിൻ സി ഹിഗിൻസ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ
പ്രസിഡന്റായ ആദ്യ വനിത. നിലവിലത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുൾ ഖാവി അഹമ്മദ് യൂസഫ് ആണ്. ഓക്കെ, അബ്ദുൾ ഖാവി അഹമ്മദ് യൂസഫ്. പ്രസിഡന്റായ ആദ്യ വനിത റോസ്ലിൻ സി ഹിഗിൻസ് ആണ്. 2006 പ്രസിഡന്റ് ആവുന്നത്. നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്? അബ്ദുൾ ഖാവി അഹമ്മദ് യൂസഫ് ആണ്. ദെൻ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ BN റാവു ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ BN റാവു ആണ്. പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരനാണ് BN റാവു. പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? 1945 രൂപീകരിച്ചത്. പ്രവർത്തനം ആരംഭിക്കുന്നത് 46 ഏപ്രിലാണ്. ആസ്ഥാനം ഹേഗാണ്. ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആണ്. ജഡ്ജിമാരുടെ എണ്ണം 15. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണ്. ദെൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഘടകമാണ്, UN-ന്റെ ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ദെൻ അംഗരാജ്യങ്ങളുടെയും UN ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്ന UN-ന്റെ ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ദെൻ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? പൊതുസഭയും രക്ഷാസമിതിയും കൂടെ ചേർന്നാണ്. ദെൻ പ്രസിഡന്റായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായ ആദ്യത്തെ വനിത റോസ്ലിൻ സി ഹിഗിൻസ് ആണ്. 2006 ജഡ്ജാവുന്നത്. നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്? അബ്ദുൾ ഖാവി അഹമ്മദ് യൂസഫ്. അതുപോലെ തന്നെ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ BN റാവു. പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ്. ഇനി അടുത്തത് സെക്രട്ടേറിയറ്റ് ആണ്. ഓക്കെ, സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ UN-ന്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് എന്ത്? സെക്രട്ടേറിയറ്റ്. ഓക്കെ, UN-ന്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. ഓക്കെ, UN-ന്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റ് ആണ്. ആസ്ഥാനം ന്യൂയോർക്ക്. അധിപൻ ആരാണെന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റിന്റെ അധിപൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. ഓക്കെ, സെക്രട്ടേറിയറ്റിന്റെ അധിപൻ സെക്രട്ടറി ജനറൽ ആണ്. സെക്രട്ടറി ജനറലിന്റെ ഭരണ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. ഓക്കെ, സെക്രട്ടറി ജനറലിന്റെ ഭരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരാണ് സട്ടൺ പ്ലേസ്. ഓക്കെ, മാൻഹട്ടനിലെ സട്ടൺ പ്ലേസ് ആണ് എന്ത്? സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത്. ഓക്കെ, സട്ടൺ പ്ലേസ് ആണ് ഔദ്യോഗിക വസതി. ദെൻ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ, പോർച്ചുഗൽകാരനാണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ദൈനംദിന UN-ന്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിന്റെ അധിപൻ സെക്രട്ടറി ജനറൽ. ഭരണകാലാവധി സെക്രട്ടറി ജനറലിന്റെ ഭരണകാലാവധി 5 വർഷം. ഔദ്യോഗിക വസതി എന്താണ്? സട്ടൺ പ്ലേസ് ആണ്. അതുപോലെ തന്നെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. 9ാമത് സെക്രട്ടറി ജനറൽ ആണ്. ഓക്കെ, 9ാമത് സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ദെൻ അടുത്തത് എന്താണ്? പരിരക്ഷണ സമിതി. ഓക്കെ, പരിരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഫസ്റ്റ് തന്നെ പറഞ്ഞു 1994 ഫ്രീസായി പോയി അല്ലെങ്കിൽ പിരിച്ചുവിട്ട അല്ലെങ്കിൽ കാലാഹരണപ്പെട്ട UN-ന്റെ ഘടകമാണ് എന്താ? പരിരക്ഷണ സമിതി. അപ്പോൾ UN-ന്റെ കാലാഹരണപ്പെട്ട ഘടകം ഏത് എന്ന് ചോദിച്ചാൽ പരിരക്ഷണ സമിതിയാണ് അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. 1994 പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ത് ചെയ്യുന്നത്? കാലാഹരണപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ UN-ന്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പരിരക്ഷണ സമിതിയാണ്. ഓക്കെ, UN-ന്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഘടകം ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അല്ലെങ്കിൽ പരിരക്ഷണ സമിതിയാണ്. ദെൻ എത്ര രാഷ്ട്രങ്ങളാണ് ട്രസ്റ്റികളായിട്ട് UN-ൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ 11 രാഷ്ട്രങ്ങളാണ്. ഓക്കെ, എത്ര രാഷ്ട്രങ്ങളാണ് ട്രസ്റ്റികളായി UN-ൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 11 രാഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ പരിരക്ഷണ സമിതി വിട്ടുപോയ രാജ്യമാണ്
പലാവു. ഓക്കെ, ഏറ്റവും ഒടുവിൽ പരിരക്ഷണ സമിതി വിട്ടുപോയ രാജ്യം ഏതാണ്? പലാവു ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. UN-ന്റെ കാലാഹരണപ്പെട്ട ഘടകമാണ് പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. 1994 അത് എന്താണ് കാലാഹരണപ്പെട്ടത്. ദെൻ UN-ന്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. എത്ര രാഷ്ട്രങ്ങളാണ് ട്രസ്റ്റികളായിട്ട് UN-ൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 11 രാഷ്ട്രമാണ്. ഏറ്റവും ഒടുവിൽ പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ വിട്ടുപോയ രാജ്യമാണേത്? പലാവു. അപ്പൊ ഇത്രയുമാണ് UN-ന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. 6 ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.